മോർണിംഗ് വോയിസ് എന്ന അനുഗ്രഹീത പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ദൈവനാമമഹത്വത്തിനായി ഒരു ഗാനം നമുക്കിപ്പോൾ ശ്രവിക്കാം. അനുഗമിക്കും ഞാൻ യേശുവിനെ അനുദിനവും അത്യാനന്ദമായി. അനുഗമിക്കും ഞാൻ യേശുവിനെ അനുദിനവും അത്യാനന്ദമായി. അനുഗ്രഹത്താൽ എന്നെ നിറച്ചിടുന്ന അനുപമ സ്നേഹിതൻ താൻ. അനുഗ്രഹത്താൽ എന്നെ നിറച്ചിടുന്ന അനുപമ സ്നേഹിതൻ താൻ. ഹല്ലേലൂയ ഗീതം പാടാം, തുല്യമില്ല നാമം പാടാം. ഹല്ലേലൂയ ഗീതം പാടാം, തുല്യമില്ല നാമം പാടാം. ഇന്ന് നമ്മോട് വചനത്തിൽ നിന്ന് സംസാരിക്കുന്നത് കർത്താവിൻ്റെ പ്രിയദാസൻ ജെയിംസൺ തോമസ് നെടുമ്പാശ്ശേരി. പ്രാർത്ഥനയോടെ ധ്യാനചിന്തകൾ നമുക്ക് ശ്രവിക്കാം. ഉൽപ്പത്തി പുസ്തകം 42 അധ്യായത്തിൽ നിന്ന് യോസഫിനെ ആസ്പദമാക്കി ആത്മികരുടെ ലക്ഷണങ്ങൾ നാം പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒടുവിലായിട്ട് നമ്മൾ ഓർത്തു നിർത്തിയത് ഒരാത്മികൻ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ നിറവേറ്റപ്പെടും എന്നുള്ളത് പൂർണ്ണമായി വിശ്വസിക്കും എന്നുള്ളതാണ്. അങ്ങ് ശ്രദ്ധിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയാണ്. ഉൽപ്പത്തി പുസ്തകത്തെ അധികരിച്ചുള്ള 335 എപ്പിസോഡിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. ആത്മികൻ്റെ 4ാമത്തെ ലക്ഷണം നമുക്ക് 42 അധ്യായത്തിൽ നിന്ന് യോസഫിനെ കാണുമ്പോൾ മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. എന്താണത്? ആത്മികൻ ദൈവത്തിൻ്റെ സമയത്തിനായി കാത്തിരിക്കും എന്നതാണ്. ആത്മികനെ സംബന്ധിച്ച് അവൻ്റെ ജീവിതത്തിൻ്റെ പ്രയോറിറ്റി, അവൻ്റെ ജീവിതത്തിൻ്റെ മുഖ്യ സ്ഥാനം ദൈവം ഒരുക്കുന്ന സമയങ്ങളോട് ബന്ധപ്പെട്ടിരിക്കുകയാണ്. 7-ാം വാക്യം 42 അധ്യായത്തിലേക്ക് വരുമ്പോൾ തൻ്റെ മുൻപിൽ നിൽക്കുന്ന സഹോദരന്മാരെ യോസഫിന് മനസ്സിലായെങ്കിലും ദൈവത്തിൻ്റെ പദ്ധതിയുടെ സമയത്തിനായി അവൻ കാത്തിരുന്നു എന്ന് വ്യക്തമാക്കുന്ന പ്രയോഗങ്ങൾ അവിടെയുണ്ട്. നോക്കുക, 7-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ വായിക്കുന്നു: യോസഫ് തൻ്റെ സഹോദരന്മാരെ കണ്ടാറെ അവരെ അറിഞ്ഞുവെങ്കിലും അറിയാത്ത ഭാവം നടിച്ച്. യോസഫ് തൻ്റെ സഹോദരന്മാരെ കണ്ടാറെ അവരെ അറിഞ്ഞുവെങ്കിലും അറിയാത്ത ഭാവം നടിച്ച്. ഇത് അല്പം ഗ്രഹിപ്പാൻ ഇഷ്ടമല്ലാത്തതായി നമുക്ക് തോന്നിയേക്കാം. കണ്ടിട്ടെന്തേ വെളിപ്പെടുത്തിയില്ല, അല്ലെങ്കിൽ കണ്ടിട്ടെന്തേ പ്രതികാര നടപടികൾക്ക് മുതിർന്നില്ല, അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ളതായിരിക്കുന്ന എന്തെങ്കിലും ഒരു വിഷയത്തിലേക്ക് യോസഫ് എന്തേ സഹോദരന്മാർക്കെതിരെ തിരിഞ്ഞില്ല. കാരണം തന്നെ അത്രമാത്രം ദ്രോഹിച്ച സഹോദരന്മാരാണ് ഇപ്പോൾ യോസഫിൻ്റെ മുൻപിൽ വന്ന് നിൽക്കുന്നത്. യോസഫിനെ സംബന്ധിച്ചപ്പോൾ മിസ്രൈമിലെ 2ാമനാണ്, അധികാരം കൊണ്ട് 2ാമനാണ്, സിംഹാസനം കൊണ്ട് മാത്രം ഈജിപ്തിൻ്റെ ഭരണാധികാരിയായ ഫറവോന് 2ാമനായി നിൽക്കുന്ന ഏറ്റവും അധികാരത്തിൻ്റെ ഉന്നത ശ്രേണിയിൽ അവൾ നിൽക്കുകയാണ്. എന്തു വേണമെങ്കിലും യോസഫിന് പ്രതികാര നടപടിയായി ചെയ്യാം, അത് ചോദിക്കുവാൻ ആരുമുണ്ടാകുകയില്ല. എന്നാൽ തൻ്റെ സഹോദരന്മാരെ വെറുതെ വിട്ടു എന്നുള്ളത് മാത്രമല്ല, അവരുടെ മുൻപിൽ താൻ ആരാണ് എന്ന് വെളിപ്പെടുത്താതെ താൻ അവരെ അറിഞ്ഞിട്ടും അറിയാത്ത തരത്തിൽ നിൽക്കുന്ന ചരിത്രമാണ് കാണുവാൻ കഴിയുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ അവൻ ചെയ്തത് എന്ന് ചോദിച്ചാൽ, പഠിച്ചു വരുമ്പോൾ മനസ്സിലാകും. ദൈവത്തിൻ്റെ സമയത്തിനായിട്ട്, ദൈവത്തിൻ്റെ ഇടപെടലിനായിട്ട് യോസഫ് കാത്തിരിക്കുകയായിരുന്നു. പ്രിയപ്പെട്ടവരെ, അത് തന്നെയുമല്ല, 23-ാം വാക്യത്തിലേക്കൊക്കെ വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരാശയമുണ്ട്. ഈ സഹോദരന്മാർ തമ്മിൽ സംസാരിച്ചത് യോസഫിന് മനസ്സിലായിട്ടുണ്ട്. കാരണം അവൻ അവരിലൊരാളാണ്. എന്നാൽ ദ്വിഭാഷി മുഖാന്തരം സംസാരിക്കുമ്പോൾ അവന് മനസ്സിലായില്ല, അല്ലെങ്കിൽ അവർക്ക് യോസഫിന് മനസ്സിലാകുന്നുണ്ട് എന്ന് അറിയുവാൻ കഴിയാത്ത തരത്തിൽ പെരുമാറിയതായി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഇതെല്ലാം എന്തുകൊണ്ട് യോസഫ് ചെയ്തു എന്ന് ചോദിച്ചാൽ നമ്മുടെ വിഷയത്തിലേക്കാണ് നാം എത്തിപ്പെടുക. അതെന്താ? അവൻ ദൈവത്തിൻ്റെ സമയത്തിനായിട്ട് കാത്തിരിക്കുന്നത് വളരെ വ്യക്തമായി കാണുന്നുണ്ട്. 45-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ യോസഫ് ദൈവത്തിൻ്റെ സമയമായി എന്ന് മനസ്സിലാക്കിയപ്പോൾ അവൻ എന്തു ചെയ്യുന്നു? മറ്റുള്ള സഹോദരന്മാർക്ക് അവൻ വെളിപ്പെടുത്തുന്നത് കാണുവാൻ കഴിയുന്നുണ്ട്. ശ്രദ്ധിച്ചാലും 45-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, അപ്പോൾ ചുറ്റും നിൽക്കുന്നവരുടെ മുൻപിൽ തന്നെത്താൻ അടക്കുവാൻ വയ്യാതെ
എല്ലാവരെയും എൻ്റെ അടുക്കൽ നിന്ന് പുറത്താക്കുവിനെന്ന് യോസഫ് വിളിച്ചു പറഞ്ഞു. ഇങ്ങനെ യോസഫ് തൻ്റെ സഹോദരന്മാർക്ക് തന്നെ വെളിപ്പെടുത്തിയപ്പോൾ ആരും അടുത്തുണ്ടായിരുന്നില്ല. 3-ാം വാക്യം, യോസഫ് സഹോദരന്മാരോട് ഞാൻ യോസഫ് ആകുന്നു എന്ന് പറഞ്ഞു. ഇവിടെ ഇതാ അവർക്ക് വെളിപ്പെടുത്തുന്ന യോസഫിനെ കാണുവാൻ കഴിയുകയാണ്. ദൈവത്തിൻ്റെ സമയത്ത് മാത്രമാണ് ഒരു ഭക്തൻ താൻ ആരാണ് എന്ന് വെളിപ്പെടുത്തിയത്. തന്നെയുമല്ല, ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൻ്റെ സകല വിഷയങ്ങളും ദൈവം ക്രമീകരിക്കുന്ന കാലഘട്ടത്തിനു വേണ്ടി, ദൈവത്താൽ അനുവദിക്കപ്പെടുന്ന സമയത്തിനു വേണ്ടി അവൻ കാത്തിരിക്കുന്നവനാ. എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാവരോടും ഞാനിങ്ങനെ പറയട്ടെ, അങ്ങയുടെ സമയത്ത് കാര്യം ചെയ്യുകയും അതിനായി ദൈവം പ്രവർത്തിക്കുകയും വേണം എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള വിഷയമാണ്. നാം ചെയ്യേണ്ടത് ദൈവത്തിൻ്റെ സമയത്തിനായിട്ട് കാത്തിരിക്കുകയും ദൈവം പ്രവർത്തിക്കുവാനായിട്ട് നമ്മുടെ ജീവിതത്തെ കർത്താവിൻ്റെ മുൻപാകെ സമർപ്പിക്കുകയും ചെയ്യണം എന്നുള്ളത് മറക്കുവാൻ പാടില്ല. ഒരു ഭക്തൻ്റെ വലിയൊരു ലക്ഷണമാണിത്. അവൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളും, എല്ലാ മേഖലകളും ദൈവം അനുവദിക്കുന്ന സമയത്തിനു വേണ്ടി അവൻ വേർതിരിക്കുന്നവനായിത്തീരും. കർത്താവിന് ഇഷ്ടമുള്ളത് ചെയ്യുവാൻ, കർത്താവ് ആഗ്രഹിക്കുന്നത് പ്രവർത്തിക്കുവാൻ, കർത്താവിന് എല്ലാ തരത്തിലും മുൻതൂക്കം കൊടുത്തുകൊണ്ട് ദൈവം ഒരുക്കുന്ന വിഷയങ്ങൾക്കും ദൈവത്തിൻ്റെ സമയങ്ങൾക്കും വേണ്ടി കാത്തിരിക്കുന്ന ഭക്തന്മാരെയാണ് വിശുദ്ധ വേദപുസ്തകം നമുക്ക് മാതൃകയായി കാണിച്ചു തരുന്നത്. അതുകൊണ്ട് ഞാനിങ്ങനെ ഓർമ്മപ്പെടുത്തട്ടെ, അങ്ങയുടെ ജീവിതത്തിലും എൻ്റെ ജീവിതത്തിൽ കർത്താവിൻ്റെ സമയത്തിനായി കാത്തിരിപ്പാൻ നമുക്ക് സാധിക്കണം. ഒരു പക്ഷേ നാം പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ, നാം ചിന്തിക്കാൻ തരത്തിലായിരിക്കത്തില്ല ജീവിതത്തിലെ പല കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ പെറുപെറുത്തു പോകാതിരിപ്പാൻ ദൈവകൃപയ്ക്ക് വിധേയപ്പെടുകയും കർത്താവേ, അങ്ങയുടെ സമയത്തിനായി കാത്തിരിപ്പാൻ എനിക്ക് മനസ്സുണ്ട്, അതിനെനിക്ക് കൃപ തരണമേ എന്ന് പ്രാർത്ഥിപ്പാനായിട്ടും സാധിക്കണം. ജീവിതത്തിൽ ഒരുപാട് ചോദ്യചിഹ്നങ്ങൾ അനുഭവിക്കുന്നവരായിരിക്കാം എന്നെ കേൾക്കുന്നത്. എന്നാൽ ഓർക്കുക, ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിപ്പാൻ ഒരു സമയമുണ്ട്. ദൈവത്തിന് അവിടുത്തെ ഹിതം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തുവാൻ ദൈവത്തിൻ്റെതായിട്ടുള്ള രീതികളുണ്ട്. അത് സ്വർഗത്തിൻ്റെ പദ്ധതി ആയതുകൊണ്ട് അതൊരിക്കലും തെറ്റിപ്പോകുകയില്ല. കർത്താവിന് വേണ്ടി കാത്തിരിപ്പാൻ, ആത്മീകരായി തുടരുവാൻ ദൈവം കൃപ ചെയ്യട്ടെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇതുവരെ ഞങ്ങളെ ശ്രദ്ധിച്ച എല്ലാവർക്കും വീണ്ടും വരുന്ന കർത്താവിൻ്റെ വിശുദ്ധമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം അറിയിക്കുന്നു. കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. അവനറിയാതെ ഒന്നുമെന്നിൽ അനുവദിക്കില്ല ഇന്നു മന്നിൽ. അവനറിയാതെ ഒന്നുമെന്നിൽ അനുവദിക്കില്ല ഇന്നു മന്നിൽ. അതുമഖിലം എൻ നന്മകൾക്കായി അനുദിനം നൽകിടും താൻ. അതുമഖിലം എൻ നന്മകൾക്കായി അനുദിനം